വെൽക്കം ടു അനദർ ഡേ. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാ സൺഡേയും എന്തെങ്കിലും വീഡിയോ ഇടുന്നൊക്കെ, പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ ഇത് ഞാനൊരു ഫണ്ടിന് ചെയ്യുന്നതാണ്, പക്ഷെ എന്നാലും കുറച്ചെങ്കിലും കാണുന്നവർക്കൊരു ഒരു 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 ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. പക്ഷെ എനിക്കതിന് ഒട്ടും സമയം കിട്ടാറുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, വർക്കും വീട്ടിലെ കാര്യം അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പെരിഞ്ഞനം, തൃശ്ശൂരിലെ ഒരു സ്ഥലമാണ്, പെരിഞ്ഞനത്തുകാരിയാണ്. അപ്പോൾ ഇവിടെ പെരിഞ്ഞനത്തുള്ളവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ആ അസോസിയേഷൻ്റെ ആനിവേഴ്സറിയാണ് ഈ വരുന്ന സൺഡേ. അപ്പോൾ ഈ വരുന്ന സൺഡേ ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സൺഡേ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സൺഡേ 21st സൺഡേ ആനിവേഴ്സറി ആണ്. അപ്പോൾ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ഷിക, അവളും പെരിഞ്ഞനത്ത് തന്നെയാണ് വീട്. ഞങ്ങളിപ്പോൾ സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്, നാട്ടിൽ പെരിഞ്ഞനത്ത് തന്നെ അവളുടെ വീടും. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടിയായപ്പോൾ ഞങ്ങൾക്ക് അറിയാം പരസ്പരം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നമുക്കൊരു കപ്പിൾ ഡാൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ചെയ്താലോ എന്ന്. ഓക്കെ, നോക്കി നോക്കാം എന്ന് വിചാരിച്ചു. ആദ്യം ആൾക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, മടിയായിരുന്നു, കാരണം ആരും അങ്ങനെ വലിയ ഡാൻസസ് ഒന്നും അല്ലല്ലോ. പക്ഷെ പിന്നെ അവളങ്ങനെ പറഞ്ഞു. പിന്നെ വിചാരിച്ചപ്പോൾ ശരിയാണ്, നല്ലൊരു സ്റ്റേജ് ഉണ്ട്, ഇങ്ങനെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആക്ച്വലി വിചാരിച്ച കുറേ കാര്യങ്ങൾ നടക്കുന്നില്ല, കാരണം ഞങ്ങൾ വിഷു സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാവരും സെയിം പോലെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതൊന്നും നടന്നില്ല, കാരണം നല്ല മഴയായിരുന്നു ഇവിടെ. ഫ്ലഡ് കാരണം ഷാർജയൊക്കെ ഫുള്ളി ഫ്ലഡഡ് ആണ് വെള്ളം കാരണം. അതുകൊണ്ട് കുറേ പരിപാടി നടന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഓക്കെ, ഇതിന് നമുക്ക് രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഡാൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഡാൻസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെയാണ് പരിപാടി, ഇന്ന് ആരും ബാക്കൗട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇപ്പം ഞങ്ങളതിന് എല്ലാവരും അബിയുടെ വീട്ടിൽ, അബിറാം ഈസ് ഓൾസോ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിൽ മീറ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, നാളെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ കുട്ടി കണ്ടന്റ്. അപ്പോൾ അധികം വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമുക്ക് വേഗം ഡ്രസ്സപ്പ് ചെയ്ത് അബിയുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങളവിടെ 1 നൈറ്റ് സ്റ്റേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അന്ന് നിൽക്കാനുള്ളതും പിന്നെ നെക്സ്റ്റ് ഡേ പ്രോഗ്രാമിനുള്ളതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ റാസൽ ഗെയിമിൽ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ദുബായിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതാണ് ദുബായിൽ മഴ പെയ്താലുള്ള അവസ്ഥ. ഐ മീൻ ഇങ്ങനത്തെ മഴ കൂടെ ആയതുകൊണ്ടാണ്. ആരാ മറ്റേ ജീവാകണോ വേണ്ട, അധികം റിസ്ക് എടുക്കാൻ പറ്റിയ സമയമല്ല. അങ്ങനെ നമ്മൾ അബിയുടെയും ശംഖുവിന്റെയും സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെ താലബാച്ചേട്ടൻ വരെ അപ്പോഴും ഇങ്ങോട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. ഇറങ്ങി നടന്നാ മതിയായിരുന്നു എനിക്ക്. പാട്ട് മാറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്പീഡ് കൂടും. അങ്ങനെ റാസൽ ഗെയിമിന്ന് ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ ഇവിടെ ദുബായ് കിടക്കുന്ന ചില ആളുകൾ ഇത് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഫോർ ദം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എത്തി. And now let's meet the team. സഞ്ചേട്ടൻ കളിക്കുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കാര്യം ഇറക്കണം. ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വെച്ച് നീട്ടാതെ ഞങ്ങൾ ആദ്യം തന്നെ ഡാൻസ് പ്രാക്ടീസ് അങ്ങോട്ട് ഇറങ്ങി. ഈ വെള്ളം കുടിക്കേ കുടിക്കാലോ. ആ പുറത്തുണ്ട്. അയ്യോ
ബേബി എണീറ്റ് വരുന്നുണ്ട് ചായ കുടിക്കാൻ. പോവാന്ന് പറഞ്ഞ അപ്പൊ പോകും. ജാക്കിനും അതെ. ഞങ്ങളായി നീ ആകാത്തത്. ഇല്ല, നിങ്ങൾ തന്നെ ഒരു പാട്ടേ അറിയുള്ളൂ. ആ ശരിയാണല്ലോ. ഇനി നമ്മൾ ഓളമപ്പ് പഠിക്കും. സിമ്പിളാ. പക്ഷെ നീ വെറുതെ എടുത്ത് കൈ മടി വെച്ച് നോക്കി നോക്ക്. അങ്ങനെ 5 മണിക്കൂറായി. പക്ഷെ എനിക്ക് തോന്നുന്നത് നീ പണ്ടും വെറുതെ തൊടുവായിരുന്നില്ലേ? ഇതൊക്കെ അതുപോലെ നിനക്കറിയോ? കിണ്ടു മേടിച്ചാണ്. ഓക്കെ എന്നാ ബാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. അങ്ങനെ കുറച്ച് നേരം ഡാൻസ് ഒക്കെ പഠിച്ചപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. ശംഖുവിൻ്റെ ഒരു ആഗ്രഹവും തീരുമാനപ്രകാരം ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഏകദേശം ഒരു 5 മണിയായി കാണും ഈ ഒരു സമയമായപ്പോഴേക്കും. കിൻഡുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിന്ന് വളർത്തമ്മയുടെ കയ്യിന്ന് ഞങ്ങളുടെ കിങ് ഓഫ് കൊത്ത. ഒരു നെയിൽ പോളിഷ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പച്ച, മഞ്ഞ, ചോപ്പ. കുട്ടീനെ കേടാക്കി. പൊട്ടൊക്കെ ഞങ്ങളിട്ട് വിടും. നല്ല ഭംഗിയുണ്ട് കാണാൻ. നാളെ നമ്മൾ എപ്പോഴെത്തണ്ട അവിടെ? പ്ലേ ചെയ്തോ. ഫുട്ബോൾ ഫുട്ബോൾ പഠിക്കാം. നമുക്ക് ഫുട്ബോൾ പഠിക്കുന്നത് ഗോൾഡ് മെഡൽ കൊടുക്കണം. ഗോൾ പോസ്റ്റിന് അടിക്കാൻ നോക്കാം. ടീം മെമ്പേഴ്സ് മാത്രമേ ഞാൻ സീരിയസാ. കണ്ടില്ലേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇന്ദ്രദത്തം നിൽക്കുമ്പോ അങ്ങനെ ഏകദേശം 10:15 നമുക്ക് ആ ക്ലോക്കിൽ കാണാം. ഞങ്ങൾ പ്രാക്ടീസൊക്കെ ഒന്ന് റാപ്പപ്പ് ചെയ്ത് ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതെങ്ങനെയായെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
കുയിലോ മണിയോട് ഭൂലോകം ആനന്ദത്തില്ലേ இந்த பூமிக்கு கண்ணி சொந்தமில்லை சின்ன சிறு கூட்டுக்குள்ள சொர்க்கம் இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் என்னும் இருக்கு അതൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങു കരങ്ങയുടെ പൂന്തോട്ടം പാട് പാട് മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ ഓക്കെ മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ ഐശു തീവണ്ടി അവന്റെ ഉള്ള ഉറക്കം പോകുന്നു. കിന്റെ ബെഡ്റൂമിൽ കിടത്തു കാരണം എന്നെ മെത്തിക്കുന്ന പേടിക്കും. എനിക്കൊരു റോമയാവും. അങ്ങനെ ഞാനും ഷിക്കയും കൂടി അത്യാവശ്യം നല്ല അടിപൊളി ഗാനമേള എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് എല്ലാവരെയും കിടത്തി ഉറക്കി രാവിലെ എണീറ്റ് ബോയ്സ് ഫുട്ബോൾ കളിക്കാൻ പോയി. ഞങ്ങൾ ആക്ച്വലി പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. Hi guys, see you on stage. രാവിലെ നീറ്റ് ഫുട്ബോളും കളിച്ച് നീയാ ഒച്ച ഉണ്ടാക്കണത്. ബൈ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഇറങ്ങി. പക്ഷേ ഫുൾ റോഡെല്ലാം റോഡ് ക്ലോഷേഴ്സ് കാണിക്കുന്നുണ്ട് കുറേ സ്ഥലത്ത്. കാരണം ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടില്ല. ആൻഡ് മോസ്റ്റ്ലി ടുവേർഡ്സ് ഷാർജയിലേക്ക് പോകുന്ന റൂട്ടിൽ കുറേ വെള്ളം ഇറങ്ങാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രോഗ്രാം എന്തായാലും നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ലൈക്ക് എല്ലാവരും പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ എന്തായാലും എത്തിയേ പറ്റൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഷാർജയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. ലെറ്റ്സ് സീ ഇങ്ങനെ ഇവിടെ എത്തുന്നുള്ളത് അറിഞ്ഞൂടാ. ഷാർജ എത്തുമ്പോഴായിരിക്കും ഫുൾ വെള്ളം ഉണ്ടാവുക. കണ്ടറിയാം.
ഇതോ ആ വെള്ളത്തിന്റെ ശബ്ദമാണ് ഈ കേൾക്കണത് അല്ലേ? വെള്ളം പോണതിന്റെ ശബ്ദം. ബീച്ചാണല്ലോ. തേങ്ങ ചമ്മന്തി ഓ ഓ ഓ ഓ ഓ പൊട്ടൂലേ ശംഖു? ഭയങ്കര ഫ്ലെക്സിബിൾ തങ്കം ആരാ ഇത്രയും വലിയ പൊട്ടിട്ടിരിക്കണേ? അതായിരിക്കും പ്രാർത്ഥന ചെല്ലണ ആള് വെയിറ്റ് ചെയ്തിരിക്കും. ശരി എന്നാ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വേണം. ഇനി ആരാ? ഇനി അനിൽ ചേട്ടൻ പാടണേ. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് അങ്ങനെ വേണം. രണ്ടുപേരും I'm very honored to be part of Perikal Association programs. Where are you actually from? I'm from Andhikad. Very close to Perikal. And I'm really, really overwhelmed. Actually, ഞാൻ നിന്നാരും വിളിച്ചിട്ടില്ല. വെറുതെ വന്നിരിക്കുക. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷിക അന്ന് ഈവനിങ് തന്നെ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ഡാൻസ് ഞങ്ങൾക്ക് പെട്ടെന്ന് തീർക്കണമായിരുന്നു. സോ അവർ ഡാൻസ് വാസ് വൺ ഓഫ് ദ വെരി ഫസ്റ്റ് ഡാൻസസ്. ഡാൻസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണേ? അതെ, ആരാ ഡാൻസിന് പ്ലാൻ ഇട്ട്? മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞു. ഷിക, ശരത്തേട്ടൻ, അഭിഷാങ്കരൊക്കെ തിരിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദ പ്രോഗ്രാം വാസ് ഗ്രേറ്റ്. ഇവർ പോയ ശേഷമാണ് പിന്നെയും കുറച്ചുകൂടി കളറായത്. എല്ലാവരും എത്തി, ആൾക്കാരെല്ലാം കൂടി, നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കുറച്ച് ഭാഗം ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. സോഷ്യൽ സെന്റർ പ്രസിഡന്റ്, ലോക കേരള സഭാംഗം കൂടിയായ ശ്രീ ബീരാൻകുട്ടി അവർക്കും അതുപോലെ ഡാൻസും കളിച്ച് രാവിലെ നീറ്റ് ഫുട്ബോളും കളിച്ച് ഉറങ്ങിയിട്ടുമില്ല. വീണ്ടും ഡാൻസ് കളിച്ചു. എവിടെ വേദനിക്കുന്നുള്ള സത്യം പറഞ്ഞാൽ അറിയില്ല. എല്ലായിടത്തും വേദനിക്കുന്നു. നടു, ചന്തി, തൊട, കൈ, കഴുത്ത്. ഇത് ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് നാളെ മുതൽ സൂംബയ്ക്ക് വെക്കും. ഞാൻ ആലോചിക്കണേ ഇതേ ഡാൻസിനെ നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലോ? ശരിയാ. കാരണം എപ്പോഴാണ് അടുത്ത പരിപാടി വരാന്ന് അറിയില്ലല്ലോ. അതിലും പരിപാടി വയ്ക്കാൻ നമ്മളെ ഓൾറെഡി മിക്സ് ചെയ്ത സാധനം. പക്ഷെ പാട്ടൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കല്ല, എന്താ പറയാ, ഔട്ട് ഓഫ് ട്രെൻഡ്. അത് നമുക്ക് ഇലോമിനേറ്റ് കേട്ടാ. എന്നിട്ട് നമ്മുടെ മാമാതിന്റെ സ്റ്റെപ്പ് കാലുവരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാലുവരിക്കുന്നുണ്ടോ?
പ്രോഗ്രാം കഴിഞ്ഞു. ശിഖ നാട്ടിൽ പോയി. അഭിഷങ്കു തിരിച്ച് വീടെത്തി. ശരത്തര ശിഖനെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോയി. ഞങ്ങൾ തിരിച്ച് റാസൽഖൈമയിൽ പോണു. ഇത്തിരി അല്ല കുറച്ച് സമയമെടുക്കും. ലോങ് ഡ്രൈവാണ്, പക്ഷെ എന്നാലും ഒരു 1 hour മാക്സിമം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാളെ ഓഫീസ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷു പ്രോഗ്രാമൊക്കെ വിചാരിച്ചതിനെക്കാട്ടി നന്നായി. ഡാൻസൊക്കെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി സൂപ്പറായി. ഡാൻസ് വീഡിയോ ഞാൻ വേറെ വീഡിയോ ഇട്ടിടാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സൂപ്പറായിട്ട് പോയി. ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് ശിഖയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. എന്തായാലും അത് നന്നായി. ഇപ്പം അടുത്ത വർഷം ഇനിയിപ്പോൾ വിഷുവിന് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ വിഷുവിന് ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടി, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി. അപ്പോൾ നമ്മളത് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ അല്ലേ? യെസ്, വെരി മച്ച് ടീം വർക്ക്. യെസ്, ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി വിഷു സെലിബ്രേഷൻ വ്ലോഗ്. See you on my next vlog. So thank you so much for watching my video and stay tuned for my next video, and don't forget to subscribe. Until then, take care.